ഒപ്പം ചേരുകയാണ് ശ്രീ കെ ഷാജി. തരൂരിന് തന്നെയാണോ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്? തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കേരള സ്വപ്നങ്ങൾ അവസാനിച്ചോ? ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നത് അദ്ദേഹം ഉറപ്പിച്ചോ? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയം അത് ടീം കോൺഗ്രസ് വിജയം ആണ് എന്നതായിരുന്നു, ടീം UDFന്റെ വിജയം എന്നതായിരുന്നു ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞത്. ആ ടീമിൽ പക്ഷേ തരൂരില്ല. തരൂർ ഒരൊറ്റ ദിവസം പോലും പോയിട്ടില്ല, ഒരൊറ്റ ദിവസം പോലും അവിടെ ചെന്ന് വോട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ വലിയ വിജയം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുപോകുന്ന UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയം അവിടെ നേടി. അപ്പോൾ ആ ടീമിൽ താൻ ഇല്ല എന്ന് ഉറപ്പിച്ചാണോ തരൂർ ഈ വിധത്തിൽ സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കേരള സ്വപ്നങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് സ്വപ്നങ്ങളും ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. അത് കൃത്യമായി മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്റെ കോൺഗ്രസിന് തനിക്ക് ഭാവിയില്ല, കുറെ കൂടി മെച്ചപ്പെട്ട പല സാധ്യതകളും കോൺഗ്രസിന് പുറത്ത് മോഡിയുടെ അടുത്ത് ചെന്നാൽ കിട്ടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയത്. മൊത്തം ഉത്തരവാദിത്തങ്ങൾ ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും തലയിൽ കെട്ടിവെക്കാനും കോൺഗ്രസിന് കൂടി അതിലുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയാനും പണ്ടത്തെ ചേരികളൊക്കെ ഇടിച്ചു നിർത്തിയ കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചപ്പോൾ വളരെ കൃത്യമായിട്ടൊരു കാര്യം അദ്ദേഹം പറയാതെ പറഞ്ഞു. അതായത് ഒരുപാട് ആളുകൾ, കോൺഗ്രസിനോട് എതിർപ്പുള്ള ആളുകൾ ഉണ്ടാവാം, രാഷ്ട്രീയമായി വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകൾ ഉണ്ടാവും, ഇടതുപക്ഷ പാർട്ടികളുടെ ആളുകളുണ്ട്. ഇവരൊക്കെ അടിയന്തരാവസ്ഥ എതിർക്കുമ്പോഴും പറയുന്നത് ഇന്നൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുണ്ട്, അന്നത്തേതിന് സമാനമോ അന്നത്തേതിനേക്കാൾ ഭീകരമോ ആയിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥ പേരിട്ട് വിളിക്കപ്പെടാതെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ശശി തരൂർ അതിനെക്കുറിച്ച് ഒരു ഒറ്റ വാക്ക് പോലും പറഞ്ഞില്ല. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളായി അദ്ദേഹം ഒരു പ്രതിപക്ഷ MP ആണ്. പ്രതിപക്ഷ MP ആയ അദ്ദേഹം ഏതു തരത്തിലാണ് കോൺഗ്രസിനോ വിശാല പ്രതിപക്ഷത്തിനോ ഗുണം ചെയ്യുന്ന ഏതെങ്കിലും കാര്യം എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളത്? അപ്പൊ കുറെ നാളുകളായി അദ്ദേഹം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, കുറെ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കോൺഗ്രസ് ചേരുന്നതിന് മുന്നോടിയായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ നിന്നൊക്കെ മത്സരിച്ച് തോറ്റ് നാട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം ആദ്യം സമീപിച്ചത് കോൺഗ്രസിനെ മാത്രമല്ല, കോൺഗ്രസിന്റെ ഒപ്പം തന്നെ BJPയെ സമീപിച്ചു, CPM-നെ സമീപിച്ചു. ആ മറ്റു രണ്ട് പാർട്ടികളിൽ നിന്നുള്ള ഓഫർ മോശമായപ്പോ താരതമ്യേന മെച്ചപ്പെട്ട ഒരു ഓഫർ കോൺഗ്രസ് കൊടുത്തപ്പോൾ മേടിച്ചു. അന്നൊക്കെ പെട്ടെന്ന് MP ആയി, മന്ത്രിയായി, അങ്ങനെ അദ്ദേഹത്തിന് ആ പാക്കേജ് ഗുണം ചെയ്തു. ഇനി ആ ഒരു പാക്കേജിൽ തുടർന്നു പോകുന്നത് കൊണ്ട് തനിക്ക് ഗുണമില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് പോലെ മറ്റൊരു വട്ടം കൂടി തിരുവനന്തപുരത്ത് തിരുത്ത് മത്സരിക്കാനില്ല, മറ്റൊരു വട്ടം കൂടി അദ്ദേഹം ജയിക്കില്ല. ഇനി BJPയുടെ സ്ഥാനാർത്ഥിയായി തന്നെ നാളെ തരൂർ ഇവിടെ വന്നാലും ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനാവാത്ത രീതിയിലുള്ള ഒരു അഗ്നിവൽക്കരണം അദ്ദേഹവും ഈ മണ്ഡലവുമായിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാലോ, കഴിഞ്ഞ ഇപ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിലേക്ക് പോയ അദ്ദേഹം എത്ര തവണ തിരുവനന്തപുരത്തെ അദ്ദേഹം ജയിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾക്ക്, സാധാരണ മനുഷ്യർക്ക് പ്രാപ്യമായിട്ടുണ്ട്, ആക്സസിബിൾ ആയിട്ടുണ്ട്. എപ്പോഴും എല്ലാ കാലത്തും അദ്ദേഹത്തെ എല്ലാ കാലം ജയിപ്പിച്ച ജനങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ ഒരു ഫോൺ കോളിൽ വിളിച്ചാൽ പോലും ലോക്കൽ MP കിട്ടുന്നില്ല. ഇപ്പൊ ലോക്കൽ MP വിശ്വപൗരനായി ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നുണ്ട്, പക്ഷിയാവുന്നുണ്ട്, തത്തയാവുന്നുണ്ട്, പലതും ആവുന്നുണ്ട്. പക്ഷേ തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം ഒന്നുമായിട്ടില്ല. അങ്ങനെ ഒന്നുമല്ലാതിരുന്ന ഒരു മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് തനിക്ക് ഒരു സർവേ നടന്നിട്ടുണ്ട് എവിടെയോ, ആ സർവേയുടെ ഫലമനുസരിച്ച് താനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ സർവ്വതാ യോഗ്യൻ. അതുപോലും അദ്ദേഹം പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെന്നുള്ള ലെവലിലല്ല, മറിച്ച് അതുകൂടി പറഞ്ഞ് കോൺഗ്രസിന്റെ ഉള്ളിൽ തനിക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും കോൺഗ്രസ്സുകാർ തന്നെ ഒന്ന് പുറത്താക്കി തരണേ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ അദ്ദേഹത്തിന് അടുത്ത കൂട്ടിലേക്ക് ചേക്കാറായി പെരിയ പക്ഷിക്ക് സ്വതന്ത്രമായി പറക്കാൻ പോവുകയാണെന്ന് പറയുന്ന പക്ഷി വാസ്തവത്തിൽ മറ്റൊരു കൂട്ടിൽ ചേക്കേറാനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെ ചേക്കേറാൻ പോകുമ്പോൾ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതിന് ഗുണം ചെയ്യുന്ന രീതിയിൽ തനിക്ക് ഇത്ര നാളും തന്റെ കൂടെ നിന്ന് കോൺഗ്രസ് പ്രവർത്തിക്കണം. കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രാദേശികമായിട്ടും ദേശീയ തലത്തിലായാലും തരൂരിനെതിരെ സംസാരിച്ചാൽ ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടി അദ്ദേഹത്തിന് മോദിയുടെ ഭാഗത്തേക്ക് പോകാം എന്നുള്ളതാണ്. കാരണം മറ്റു പല നേതാക്കന്മാരെ അപേക്ഷിച്ച് തരൂരിനെ സംബന്ധിച്ചോളം തരൂരിന് യാതൊരു തരത്തിലുള്ള ഐഡിയോളജിക്കൽ ബാഗേജ് കയ്യിലില്ല. ഏത് പക്ഷത്താണോ എവിടെയാണോ ഡീൽ ഉറപ്പിക്കുന്നത് അവിടേക്ക് പോവാം. കഴിഞ്ഞ കുറെ കാലങ്ങളിൽ അദ്ദേഹം കിടന്ന ഇടതുപക്ഷ സർക്കാരിനെ പോലും ഭയങ്കരമായി പ്രശംസിച്ച ചില കാര്യങ്ങളുണ്ട്. ആ പ്രശംസിക്കുമ്പോൾ പോലും അതിൽ കൂടെ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കടുത്ത സോഷ്യലിസ്റ്റ് വിരുദ്ധതയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തന്നെ അദ്ദേഹം പറയുന്നു കോൺഗ്രസ് ചില ഇടതുപക്ഷ നയങ്ങളിലേക്ക് വഴുതി പോകുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം കൃത്യമായി അദ്ദേഹം പൊസിഷൻ ചെയ്യുന്നത് താൻ ഒരു തീവ്ര വലതുപക്ഷത്തിന്റെ ആളാണ്, തീവ്ര വലതുപക്ഷത്തിന്റെ സഹയാത്രികനാണ്, താത്കാലികമായ ഒരു വിനോദസഞ്ചാരിയെ പോലെ കോൺഗ്രസിലൂടെയും ഒരു സെക്കുലർ രാഷ്ട്രീയത്തിലൂടെ കടന്നുപോയി എന്നേ ഉള്ളൂ. മറുവശത്താണ് അദ്ദേഹത്തിന് കൂടുതൽ സാധ്യത, ഇനി അദ്ദേഹത്തിന് ഒരുപക്ഷെ കൂടുതൽ സ്വീകാര്യത വരാൻ പോകുന്നത് അവിടെയായിരിക്കും. കാരണം
ഈ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം BJP RSS ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ലോകതലത്തിൽ കാണിക്കാൻ പറ്റുന്ന വലിയ നേതാക്കന്മാരൊന്നുമില്ല. അവരുടെ മന്ത്രിമാർക്കൊന്നും മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് വലിയ തിളക്കത്തോടെ സംസാരിക്കാനോ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരാനോ പറ്റുന്ന ആളുകളില്ല. പക്ഷെ അവിടെ ആ ഒരു വാക്വം ഫില്ല് ചെയ്യാൻ സംഘപരിവാറിന് അദ്ദേഹത്തെ ആവശ്യമുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പുനരധിവാസം ആവശ്യമുണ്ട്. അങ്ങനെ രണ്ടു കൂട്ടരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഇതിനെ അവർക്ക് ആ കൂടി വേണ്ടത് കോൺഗ്രസിൽ നിന്നുള്ള ഒരു വലിയ പ്രതിഷേധം എതിരെ ഉണ്ടാവുക, കോൺഗ്രസിനുള്ളിൽ എല്ലാവരുടെയും അദ്ദേഹത്തെ പുറന്തള്ളുന്ന രീതിയിലുള്ള രീതികൾ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പോ അദ്ദേഹത്തിന് രക്തസാക്ഷി ചമഞ്ഞുകൊണ്ട് മറുവശത്തേക്ക് പോകാൻ പറ്റും. ശരി, ആ രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടിയാണ് ആവർത്തിച്ച് തരൂരിന്റെ ഇത്തരം പരാമർശങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. ആ നീക്കത്തിൽ വീഴേണ്ട എന്ന ഒരു നിലപാട് AICCയും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവഗണിക്കുക എന്നതാണ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും AICC നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഞാൻ അതിഥികളിലേക്ക്